ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സിനിമ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ചില നക്ഷത്രങ്ങൾ അങ്ങനെയാണ്, ആകാശത്ത് പെട്ടെന്ന് ഉദിച്ചു വരും, ചുറ്റുമുള്ള എല്ലാത്തിനേക്കാളും ഇരട്ടി തിളക്കത്തിൽ പ്രകാശിക്കും. നമ്മളത് നോക്കി ആസ്വദിച്ച് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു നിമിഷം എങ്ങോട്ടോ കൊഴിഞ്ഞു വീഴും. മലയാള സിനിമയിൽ അങ്ങനെ കൊഴിഞ്ഞുപോയ ഒരു നക്ഷത്രത്തിൻ്റെ കഥയാണിത്. പകരം വെക്കാൻ ഇന്നും മറ്റൊരാളില്ലാത്ത നമ്മുടെ സ്വന്തം മോനിഷയുടെ കഥ. ബാംഗ്ലൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ പ്രശസ്ത നർത്തകിയായ ശ്രീദേവി ഉണ്ണിയുടെ മകളായി ജനിച്ച മോനിഷയ്ക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് കല മാത്രമായിരുന്നു. 9-ാം വയസ്സിൽ ചിലങ്കയണിഞ്ഞ ആ പെൺകുട്ടിക്ക് നൃത്തം ജീവനായിരുന്നു. എന്നാൽ ആ ചിലങ്കയുടെ ശബ്ദം സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണെന്ന് അവൾ പോലും അറിഞ്ഞിരുന്നില്ല. വർഷം 1986. മലയാള സിനിമയിലെ ഇതിഹാസങ്ങളായ MD വാസുദേവൻ നായരും ഹരിഹരനും തങ്ങളുടെ പൊതുചിത്രമായ നഖക്ഷതങ്ങൾക്ക് വേണ്ടി ഒരു പുതുമുഖ നായികയെ തിരയുന്ന സമയം. അവരുടെ കണ്ണുകൾ ചെന്നെത്തിയത് ആ 15-കാരിയിലാണ്. യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാത്ത ആ പെൺകുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ ഗൗരിയായി ജീവിച്ചു. സിനിമ റിലീസായപ്പോൾ മലയാളികൾ ആ നാട്ടിൻ പുറത്തുകാരിയെ നെഞ്ചിലേറ്റി. പക്ഷേ അത്ഭുതം അതല്ലായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം നടന്നത് ചരിത്രമായിരുന്നു. മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അത് നേടിയത് മോനിഷയായിരുന്നു. വെറും 15-ാം വയസ്സിൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് അഭിനേതാക്കൾ സ്വപ്നം കാണുന്ന പുരസ്കാരം, പലരും ജീവിതകാലം മുഴുവൻ കാത്തിരുന്നിട്ടും കിട്ടാത്ത ബഹുമതി. പക്ഷേ മോനിഷ അത് നേടി ആദ്യ സിനിമയിലൂടെ. അന്ന് മലയാളികളുടെ മനസ്സിൽ അഭിമാനമായിരുന്നു. കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന നായിക. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആ വലിയ കണ്ണുകളിൽ അത് പ്രതിഫലിച്ചിരുന്നു. പെരുന്തച്ചിനിലെ കുഞ്ഞുമാളുവായും അവൾ തിളങ്ങി. മോഹൻലാലിനൊപ്പം കമലദളം എന്ന ചിത്രത്തിൽ മാളവികയായി മോനിഷ ചുവടുവെച്ചപ്പോൾ മലയാളികൾക്ക് മുമ്പിൽ അതൊരു വിസ്മയമായി മാറി. മോനിഷ തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന കാലം. ഒരു നീണ്ട സിനിമാ ജീവിതം എല്ലാവരും അവൾക്കായി സ്വപ്നം കണ്ടു. എന്നാൽ വിധി അവൾക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. 1992 ഡിസംബർ 5 സമയം പുലർച്ചെ. ചെപ്പടി വിധി എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് അമ്മയ്ക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു മോനിഷ. ആലപ്പുഴയിലെ എക്സ്റേ കവലയ്ക്ക് സമീപം വെച്ച് ആരും പ്രതീക്ഷിക്കാത്ത ആ അപകടം സംഭവിച്ചു. കാറിൻ്റെ പിൻസീറ്റിൽ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു മോനിഷ. ആ ഉറക്കത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും അവൾ ഉണർന്നില്ല. ആ അപകടം കവർന്നെടുത്തത് 21 വയസ്സ് മാത്രം പ്രായമുള്ള ആ വലിയ കലാകാരിയുടെ ജീവനായിരുന്നു. കേരളം മുഴുവൻ അന്ന് വിങ്ങിപ്പൊട്ടി. വെറും 7 വർഷങ്ങൾ, അതിനിടയിൽ 22ഓളം സിനിമകൾ. കാലം എത്ര കഴിഞ്ഞാലും പുതിയ നായികമാർ എത്ര വന്നാലും മോനിഷ എന്ന പേര് മലയാളികളുടെ ഉള്ളിൽ ഒരു തീരാ നൊമ്പരമായി എന്നും അവശേഷിക്കും. മാളവികയായും ഗൗരിയായും അവൾ ഇന്നും നമ്മുടെ സ്വീകരണ മുറികളിൽ, ടെലിവിഷൻ സ്ക്രീനുകളിൽ നിറഞ്ഞാടുന്നുണ്ട്. ആ ചിരി ഒരിക്കലും ആയില്ല. ആ ചിലങ്ക ശബ്ദം ഒരിക്കലും നിലക്കില്ല. മോനിഷയുടെ ഏത് സിനിമയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം വേറിട്ട സിനിമാ കഥകൾക്കും ചരിത്രങ്ങൾക്കുമായി ഈ സിനിമാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.